ആചാരപ്പെരുമയിൽ ആറന്മുളയിലേക്ക് തിരുവോണത്തോണി പുറപ്പെട്ടു. തിരുവാൻമുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിൽ കാട്ടൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഗോവിന്ദ സങ്കീർത്തനത്തോടെ തിരുവോണത്തോണിയെ യാത്രയാക്കിയാണ് ഭക്തസംഘങ്ങൾ നാളെ പുലർച്ചെ തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തും. ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവാറന്മുളയപ്പനുള്ള തിരുവോണ വിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇന്ന് വൈകുന്നേരം 6:30 മണിയോട് കൂടിയിട്ടാണ് തിരുവോണത്തോണിയുടെ യാത്ര കാട്ടൂർ കടവിൽ നിന്ന് ആരംഭിച്ചത്. ഇപ്പോൾ തിരുവോണത്തോണി അയിരൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അയിരൂരിൽ ഇനി വിശ്രമമാണ്. ഇനി 12 മണിയോടുകൂടി മാത്രമേ അയിരൂരിൽ നിന്നും തുടർന്നുള്ള യാത്ര ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭക്തജന സഹസ്രങ്ങളെ സാക്ഷിയാക്കിയാണ് തിരുവോണത്തോണി കാട്ടൂർ കടവിൽ നിന്നും തിരുവാറന്മുള ക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയത്. മങ്ങാട്ട് ഭട്ടതിരി 6:30 മണിയോടുകൂടി 6:15 മണിയോടുകൂടി തിരുവോണത്തോണിയിലേറി. അതിനുശേഷം ചടങ്ങുകൾ പൂർത്തീകരിച്ച് തിരുവോണത്തോണി കാട്ടൂർ കടവിൽ നിന്നും പമ്പാ നദിയിലൂടെ ആറന്മുളയിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു. എന്തായാലും നാളെ പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ആറന്മുള ക്ഷേത്രക്കടവിൽ തിരുവോണത്തോണി എത്തിച്ചേരുന്നത്. ഏറെ ആചാരങ്ങൾ നിറഞ്ഞ ചടങ്ങുകളോട് കൂടിയിട്ടാണ് ഈ തിരുവോണത്തോണിയുടെ യാത്രയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ തിരുവോണത്തോണിയിൽ മങ്ങാട്ട് ഭട്ടതിരി കൊണ്ടുപോകുന്ന തിരുവോണ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാളെ തിരുവാറന്മുളയപ്പനുള്ള ഓണസദ്യ തയ്യാറാക്കുന്നത്. മങ്ങാട്ട് ഭട്ടതിരി അദ്ദേഹം മങ്ങാട്ടില്ലം നിലവിലിപ്പോൾ കുമാരനെല്ലൂരിലാണ്, കോട്ടയം കുമാരനെല്ലൂരിലാണ്. ആ കുമാരനെല്ലൂരിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് മങ്ങാട്ട് ഭട്ടതിരി നദീമാർഗം യാത്ര പുറപ്പെട്ടത്. 3 നദികൾ പിന്നിട്ട് മൈനച്ചിലാറും മണിമലയാറും പമ്പാ നദിയും പിന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ആറന്മുളയിലെത്തിയത്. ഇന്നലെ രാത്രിയാണ് ആറന്മുളയിലെത്തിയത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ പകൽ വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം കാട്ടൂരിലെത്തി. കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിലേക്ക് ഏറിക്കൊണ്ട് ആ കാഴ്ച വിഭവങ്ങളുമായിട്ട് തിരുവാറന്മുളയപ്പനുള്ള ഓണ വിഭവങ്ങളുമായിട്ട് ക്ഷേത്രം ലക്ഷ്യമാക്കി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ലക്ഷ്യമാക്കി അദ്ദേഹത്തിൻ്റെ യാത്ര പുറപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഏറെ ആചാരനിബിഡമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പമ്പാ നദിയിലൂടെയുള്ള യാത്രയാണ് തിരുവോണത്തോണിക്കുള്ളത്. നാളെ പുലർച്ചയോടുകൂടി മാത്രമേ ഈ തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അതിനുശേഷം ഈ വിഭവങ്ങൾ, ഓണവിഭവങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ആ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആറന്മുളയപ്പനുള്ള സദ്യ വട്ടം തയ്യാറാക്കിയതിനു ശേഷം ഓണസദ്യ കഴിഞ്ഞതിന് ശേഷം മങ്ങാട്ട് ഭട്ടതിരിക്ക് ക്ഷേത്രത്തിലെ പൂജാരി കിഴിപ്പണം സമർപ്പണം നടത്തും. അതായത് ഈ സദ്യവട്ടങ്ങൾ ഒരുക്കിയതിൻ്റെ മിച്ചം തുകയാണ് കിഴിപ്പണം എന്നുള്ളതാണ് സങ്കല്പം. ആ കിഴിപ്പണം ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആ പണം ക്ഷേത്ര ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിച്ചതിന് ശേഷം മങ്ങാട്ട് ഭട്ടതിരി മടങ്ങിപ്പോകുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുന്നത്. ഏറെ ചരിത്രപരമായിട്ടുള്ള ഒപ്പം ഐതിഹ്യപരമായിട്ടുള്ള കഥകളും കാര്യങ്ങളുമൊക്കെ ഈ ചടങ്ങുകൾക്ക് പിന്നിലുണ്ട്. അതായത് മങ്ങാട്ടില്ലത്തെ ഭട്ടതിരി അദ്ദേഹം കാട്ടൂരിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നത്. ആ ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണനാളിൽ ഒരു ബ്രാഹ്മണനെ കാൽകഴുകിച്ചൂട്ട് ചടങ്ങ് നടത്തി വന്നിട്ടുണ്ടായിരുന്നു. ഒരു വേള ഇത്തരത്തിൽ തിരുവോണ ദിവസം ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ സദ്യ ഉണ്ണാൻ എത്താത്തൊരു മനോവിഷമം ഉണ്ടായപ്പോൾ അദ്ദേഹം ഉണ്ണാവൃതം എടുക്കുകയും തിരുവോണ സദ്യ ഉണ്ണാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഭഗവാൻ തിരുവാറന്മുളയപ്പൻ ഒരു ബാലകൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സദ്യ സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ തനിക്കുള്ള ഓണവിഭവങ്ങൾ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം ഭട്ടതിരിക്ക് ഭഗവാൻ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തിരുവോണത്തോണിയുടെ ഐതിഹ്യം. അതിനുശേഷമുള്ള വർഷങ്ങളിൽ അദ്ദേഹം തിരുവോണത്തോണിയിൽ ഏറിക്കൊണ്ട് ഭഗവാനുള്ള വിഭവങ്ങളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകും. പിൽക്കാലത്ത് മങ്ങാട്ടില്ലം കാട്ടൂരിൽ നിന്നും കോട്ടയം കുമാരനെല്ലൂരിലേക്ക് മാറ്റി. അതിനുശേഷം അദ്ദേഹം കുമാരനെല്ലൂരിൽ നിന്നാണ് ഈ യാത്ര ഭഗവാനുള്ള വിഭവങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുന്നത്. കുമാരനെല്ലൂരിൽ നിന്നും കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിൽ ഏറിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്തായാലും പിന്നീടുള്ള വർഷങ്ങളിലുണ്ടായത്. ഒരു വേളയിൽ ഈ രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കൊള്ളക്കാർ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ വള്ളത്തെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ കരക്കാർ വിവിധ ചുണ്ടൻ വള്ളങ്ങളിലെത്തി അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. പിന്നീട് ആ കരക്കാർ ഇത്തരത്തിൽ വിവിധ വള്ളങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ചു. ആ വള്ളങ്ങളാണ് പിൽക്കാലത്ത് പള്ളിയോടങ്ങളായിട്ട് പരിവർത്തനപ്പെടുകയും ചെയ്തത്. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഐതിഹ്യ കഥകൾ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. എന്തായാലും ആറന്മുളയിൽ നാളെ തിരുവോണത്തോണി എത്തിച്ചേരും. അതിനുശേഷം ഉത്രട്ടാതി നാളിൽ ഈ പള്ളിയോടങ്ങളുടെ ശക്തിപ്രകടനമായിട്ടുള്ള ഉത്രട്ടാതി ജലമേളയോടുകൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും അതിനുശേഷവും നാളുകൾ നീണ്ടു നിൽക്കുന്ന ഓണച്ചടങ്ങുകൾ തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. അഷ്ടമിരോഹിണി വള്ളസദ്യയുണ്ട്. സെപ്റ്റംബർ 16 വരെയുള്ള ദിവസങ്ങളിൽ വള്ളസദ്യ പുരോഗമിക്കുകയും ചെയ്യും. അങ്ങനെ തിരുവാറന്മുളയിൽ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന തിരുവോണ ചടങ്ങുകളാണ് നടക്കുന്നത്. കേരളത്തിൽ മറ്റൊരു ഗ്രാമങ്ങൾക്കും മറ്റൊരു നാടിനും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരുവോണ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണ് ആറന്മുളയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. എന്തായാലും പൂർവ്വ ഗരിമയിൽ അല്ലെങ്കിൽ അതിനും അപ്പുറത്തായിട്ട് തിരുവാറന്മുളയിൽ ഈ വർഷം ഈ ചടങ്ങുകളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.